കേരളം ഭീകരരുടെ നേഴ്സറിയാണ് എന്നുള്ളത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതൽ തെളിവുകൾ വരികയാണ്. ആ നേഴ്സറി മാത്രമല്ല, അവരെ പരുവപ്പെടുത്തി യുദ്ധത്തിന് ഇല്ലെങ്കിൽ ഈ ഭീകര പ്രവർത്തനത്തിന് പാകമാക്കുന്ന തരത്തിൽ എല്ലാം കൊടുത്ത് തീറ്റിപ്പോറ്റുന്നതും കേരളത്തിലാണ് എന്ന്. മന്തിക്കടകൾ, ഷവർമ്മ കടകൾ, അത്തർ കേന്ദ്രങ്ങൾ തുടങ്ങി പല സ്ഥലത്തും ഇവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരള പോലീസ് ഒന്നും അറിയുന്നില്ല. കേന്ദ്ര സേനകളും അന്വേഷണ ഏജൻസികളും വന്ന് പിടികൂടുമ്പോഴാണ് അറിയുന്നത് ഭീകരരുടെ ഏറ്റവും വലിയ സുഖവാസ കേന്ദ്രമായി കേരളം മാറുകയാണ്. ഇത് വലിയ ആപത്തല്ലേ സർ? സാറിന് എന്താണ് അഭിപ്രായം? അല്ല, ഇത് ഇന്ന് തുടങ്ങിയതല്ലല്ലോ. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇത് തുടങ്ങിയിട്ട് ഒരു 10-40 കൊല്ലമായിട്ടുണ്ട്. അല്ലാണ്ട് ഇന്ന് തുടങ്ങിയിട്ട് ഇന്നിപ്പോൾ വന്നിട്ട് തുടങ്ങിയതല്ല. 1980 തുടങ്ങി ഈ ഇസ്ലാമിക ഭീകരവാദ സംഘങ്ങളുടെ പ്രവർത്തകർ കേരളത്തിൽ ഉണ്ട്. അവർ കേരളത്തിൽ പ്രവർത്തിച്ചും തുടങ്ങിയിരുന്നു. പല പേരുകളിലാണ് എന്ന് മാത്രം. അവരുടെ നിശബ്ദമായ പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. അത് വിശേഷിച്ചും അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരായിരുന്നു അതിന് മുൻപിട്ട് ഇറങ്ങിയിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർക്കൊപ്പം അന്ന് സിമി എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി സംഘടന ഉണ്ടായിരുന്നു. ആ സിമിയിൽ വളരെ ശക്തരായ നേതാക്കൾ പിന്നീട് സിമിയിൽ നിന്ന് മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ വന്നിട്ടുണ്ട്. സിമിയുടെ അതായത് ഇ ടി മുഹമ്മദ് ബഷീർ, അബ്ദുൽ സമദ് സമദാനി, കെ ടി ജലീൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര് സിമിയിൽ നിന്ന് വന്നവരാണുള്ളത്. പക്ഷേ ഇവരെ നമ്മൾ അറിയാത്തവരും ധാരാളം സിമിയിൽ നിന്ന് വന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സിമിയുടെ ഒരു മുദ്രാവാക്യം ഒരിക്കൽ സിമി ആയവൻ എന്നും സിമി ആയിരിക്കും എന്നുള്ളതാണ്. മാത്രവുമല്ല, അവരങ്ങനെ മുസ്ലിം സംഘടനകളിൽ തന്നെ പ്രവർത്തിക്കണമെന്ന് അവർക്ക് യാതൊരു നിർബന്ധവുമില്ല. മുസ്ലിം ഇതര സംഘടനകളിൽ പോയും പ്രവർത്തിക്കണം. പക്ഷേ അവരുടെ ജോലി പ്രധാനമായിട്ടും എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കലോ പ്രശംസിക്കലോ ആയിരിക്കും. ഇതിനവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തകർ ധാരാളം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല. നമ്മളുടെ ഇടയ്ക്ക് പിന്നെ ഇത് വരുന്നതാണ്. അതിന് ശേഷമാണ് പിന്നെ മദനി വരുന്നത്. മദനി ഒരു ഭീകരവാദിയായിരുന്നു, മതഭീകരവാദിയായിരുന്നു മദനി. ഞാൻ മദനിയുടെ പ്രസംഗം കേൾക്കുന്നത് ഞാൻ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുന്ന കാലത്താണ്. അവിടെ തേഞ്ഞിപ്പലത്ത് ആ യൂണിവേഴ്സിറ്റിയുടെ കവലയിൽ അദ്ദേഹം വന്ന് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഹിന്ദുക്കളെ വിശേഷിപ്പിച്ചിരുന്ന വാക്ക് ഹിന്ദു പട്ടി എന്നുള്ളതായിരുന്നു. ഈ ഹിന്ദു പട്ടികളോട് ഞാൻ പറയുന്നു എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാക്ക്. വേറെയും ഒരുപാട് പദങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു, പുറത്ത് പറയാൻ കൊള്ളാത്ത പദങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിടിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കാല് പോകുന്നു. അദ്ദേഹം പല കേസുകളിലൊക്കെ പെട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം മദനി രണ്ടാമൻ വന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് മാനസാന്തരം സംഭവിച്ചിരിക്കുന്നു, ആദ്യകാലത്ത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞു. ഞാനത് അദ്ദേഹത്തിന് മാനസാന്തരം സംഭവിച്ചു എന്ന കാര്യം ഒഴികെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ്. അതിനുശേഷമാണ് ഇവിടെ കളമശ്ശേരി ബസ് കത്തിക്കുന്ന സംഭവം വരുന്നത്. അതിനുശേഷമാണ് തോമസ് മാസ്റ്ററുടെ കൈവെട്ടുന്ന സംഭവം വരുന്നത്. ഇതിനിടക്ക് എന്താണെന്ന് വെച്ചാൽ പട്ടിയുടെ കഴുത്ത് വെട്ടുന്ന കുറേ സംഭവങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതിവർക്ക് പരിശീലനം കൊടുക്കുകയായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ പിന്നെ ഈ കൈയും കാലും വെട്ടുന്നതിനുള്ള പരിശീലനങ്ങൾ കൊടുത്തിരുന്നു. അപ്പോൾ ഈ കൈയും കാലും വെട്ടുന്നതിനും കഴുത്ത് വെട്ടുന്നതിനും ബോംബുണ്ടാക്കുന്നതിനും അത് എറിയുന്നതിനും ഒക്കെ ഉള്ള പരിശീലനങ്ങൾ കേരളത്തിൽ യഥേഷ്ടം ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾക്ക് കൊടുത്തിരുന്നു. അവരുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. അവർക്ക് പോലീസിൽ സ്വാധീനം ഉണ്ടായിരുന്നു, സർക്കാരിൽ സ്വാധീനം ഉണ്ടായിരുന്നു, മറ്റു ഒരുപാട് സംഘടനകളിൽ സ്വാധീനം ഉണ്ടായിരുന്നു. അതിപ്പോൾ അവർ ചെയ്യാറുള്ള കാര്യമെന്ന് വെച്ചാൽ പേരിന് 1-2 പേരെയും കൂടി വിളിച്ചു കൂട്ടും. ഇപ്പോൾ PFIയുടെ ഇതിൽ ഞാൻ ആലപ്പുഴ മത്സരിച്ചപ്പോൾ PFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരു സന്യാസിയായിരുന്നു. സന്യാസി വേഷത്തിലുള്ള ഒരുത്തനായിരുന്നു. എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. അവൻ രാവിലെ കാവ്യെ കൊടുത്ത് ചന്ദന പൊട്ടൊക്കെ തൊട്ടിട്ട് PFയുടെ കാൻഡിഡേറ്റായിട്ട് അവൻ മത്സരിച്ചാണ്. ആലപ്പുഴയിൽ മത്സരിച്ചതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം പണ്ട് മുതലേ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ വന്നേക്കണതല്ല. ലോകത്ത് എവിടെയൊക്കെ ഏതെല്ലാം ഇസ്ലാമിക ഗ്രൂപ്പുകളുണ്ടോ ആ ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകൾക്കൊക്കെ കേരളത്തിൽ അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരിക്കും. ഇവരൊക്കെ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്.
ആ വ്യത്യാസങ്ങൾക്കനുസരിച്ചും കേരളത്തിൽ ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരിക്കും. ആ കേരളത്തിന് അങ്ങനെ പണ്ട് മുതൽ ഒരു ശീലം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പാരഡൈസിൽ പഠിക്കുന്ന കാലത്ത് ഒരാളുണ്ടായിരുന്നു, ഒരു വിദ്യാർത്ഥി. അയാൾ ലിൻപിയാവോ വിരുദ്ധ ചാരു മജുംദാർ ഗ്രൂപ്പുകാരനായിരുന്നു. ആൻറ്റി ലിൻപി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പം എൻ്റെ സ്നേഹിതനായിരുന്നു അയാൾ. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, ഇതെങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും? കാരണം ലിൻപിയാവോ വിരുദ്ധ ചാരു മജുംദാർ ഗ്രൂപ്പ്, ആദ്യം ലിൻപിയാവോ എന്താണെന്ന് അറിയണം, അതിൻ്റെ ഗ്രൂപ്പ് എന്താണെന്ന് അറിയണം, അതിൻ്റെ വിരുദ്ധമാകാൻ കാരണം എന്താണെന്ന് അറിയണം, അതിൽ ചാരു മജുംദാർ എന്ത് ചെയ്യണമെന്ന് അറിയണം. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എങ്ങനെ നമ്മൾ ആളുകളെ മനസ്സിലാക്കും എന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് വളരെ രൂക്ഷമായിട്ട് പറഞ്ഞ്, അത് ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു. പിന്നീട് ആൻറ്റി ലിൻപി ഒരു ബാങ്കിൽ ഓഫീസറായിട്ടാണ് ഞാൻ പിന്നീട് കാണുന്നത്. അപ്പോൾ എന്തായാലും അതോടുകൂടി അപ്പോൾ ഞാൻ അദ്ദേഹത്തെ യാദൃച്ഛികമായിട്ട് ഈ ബാങ്കിൽ പോയപ്പോൾ കണ്ടുമുട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, പേര് വിളിച്ചിട്ട് ചോദിച്ചാൽ നീയോ നീ ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ മാറി, ഫുൾ സ്ലീവ്സും ഇതൊക്കെ ഇട്ട് വളരെ മാന്യമായിട്ടിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല നീ ഇപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞാനിപ്പോൾ ഇതാണ് പോകുന്നത്, എന്നാലും മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും അവിടെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞു. കാരണം അത് ഈ CP വത്സൻ എന്നൊരു കവി ഉണ്ടായിരുന്നു, CP വത്സൻ. അദ്ദേഹം ട്രഷറിയിലൊരു ഗുമസ്തനായിരുന്നു. ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കവിത എൻ്റെ 2 വരി എനിക്ക് ഓർമ്മയുണ്ട്. വാക്കുകളിൽ നമുക്ക് നക്സലൈറ്റ് ആകാം, ആത്മവഞ്ചനക്ക് ഇവിടെ ശിക്ഷകളൊന്നുമില്ലല്ലോ. ഈ ആത്മവഞ്ചന നടത്തുന്നവർ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ, ഈ തീവ്രവാദികൾക്കിടയിൽ ഉണ്ടായിരുന്നെങ്കിലും മുസ്ലിം തീവ്രവാദികൾക്കിടയിൽ അങ്ങനെ ആത്മവഞ്ചന നടത്തുന്നവരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ടിരിക്കുക. അവരതിനകത്ത് കമ്മിറ്റഡാണ്. ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ അവർ പല തരത്തിലായിട്ട് പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ ഈ നമ്മൾ ഹൈവേയിൽ കൂടി പോകുമ്പോൾ പല വെജിറ്റേറിയൻ ഹോട്ടൽസിൻ്റെയും നമ്മൾ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കൊടുക്കും UPI കാണുന്ന സമയത്ത് ഉടമയുടെ പേര് പറയും. ആ ഉടമ മിക്കവാറും ഒരു മുസ്ലിം നാമധാരി ആയിരിക്കും. പക്ഷേ നടത്തുന്നത് അവിടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടായിരിക്കും നടത്തുക. അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ ഈ കുഴിമന്തി വിൽക്കുന്ന സ്ഥലവും അത്തർ വിൽക്കുന്ന സ്ഥലവും മാത്രമല്ല, വെജിറ്റേറിയൻ ഹോട്ടൽസിലും ഇവരുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഹൈവേ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹൈവേയിൽ വളർന്നു വന്നിരിക്കുന്ന ഇസ്ലാമിക വ്യാവസായിക സംരംഭങ്ങളിൽ പലതിലും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇസ്ലാമിക തീവ്രവാദികളുടെ സ്ലീപ്പിംഗ് സെൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നിദ്രയിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ വക കാര്യങ്ങളെക്കുറിച്ച് പ്രിയൻ നേരത്തെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. കേരള ഗവൺമെൻറ് കാര്യമായി ഈ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഇടതുപക്ഷ ഗവൺമെൻറ് ഒട്ടും ചെയ്തിരുന്നില്ല. ഇപ്പോഴത്തെ UDF ഗവൺമെൻറ്റിന് ചെയ്യാനേ പറ്റില്ല. കാരണം UDF ഗവൺമെൻറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതും അവർക്ക് വോട്ട് കൊടുത്തിട്ടുള്ളതിലും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് ആരാണ്? ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളാണ്. സാർ, ഇപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു ചോദ്യം വരുന്നുണ്ട്. കാശ്മീരിലെ അവിടെ ഭരിക്കുന്നത് മിക്കപ്പോഴും നാഷണൽ കോൺഫറൻസോ ഇല്ലെങ്കിൽ PDPയോ ഒക്കെ തന്നെയായിരിക്കും. പക്ഷേ അവിടുത്തെ പോലീസിന് അപ്പോഴും ഒരു തീവ്രവാദ വിരുദ്ധമായിട്ടുള്ള സ്വഭാവമുണ്ട്. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന പോലീസിനേക്കാൾ ആക്റ്റീവായിട്ട് പലപ്പോഴും കാശ്മീരിലെ പോലീസ് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വളരെ സാമർഥ്യത്തോടു കൂടി അവർ ചെയ്യുന്നുമുണ്ട്. അവരൊക്കെ വന്നിട്ടാണ് പലപ്പോഴും, അതായത് മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും ആന്ധ്രയിലെയും ഒക്കെ SIT ആയിരിക്കും പലപ്പോഴും വന്ന് ഇവിടെ വന്ന് ഭീകരരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് കേരള പോലീസിന് ഇത് തീവ്രവാദ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നത്? നക്സലൈറ്റുകളൊക്കെ അവർ ചെയ്തല്ലോ. തീവ്രവാദ വിരുദ്ധമായ നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള സ്വാധീനം തന്നെയാണ് ഒന്നത്. 2, കേരളത്തിലെ പ്രമുഖമായ ഇസ്ലാമിക വ്യവസായ പ്രമുഖരുണ്ട്. അവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ തീവ്രവാദത്തിന് അനുകൂലമാകുന്ന ചില നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ തീവ്രവാദ വിരുദ്ധമായിട്ടൊന്നും പറയാറില്ല. എന്തുകൊണ്ട് പറയുന്നില്ല? ചോദിക്കേണ്ട ഒരു ചോദ്യമല്ലേ. ഇവർ വാ തുറന്നു കഴിഞ്ഞാൽ സെക്കുലറിസം പറയുമല്ല, പക്ഷേ ഇതൊന്നും പറയാറില്ല. വാ തുറന്നാൽ സെക്കുലറിസമോ പറയുള്ളൂ, വാ തുറന്നാൽ ജനാധിപത്യമോ പറയുള്ളൂ. ജനാധിപത്യവും തീവ്രവാദവും കൂടി എങ്ങനെ യോജിച്ചു പോകും? ഒരിക്കലും യോജിച്ചു പോകില്ല. കാരണം തീവ്രവാദത്തിൽ ജനാധിപത്യമേ ഇല്ല.
തീവ്രവാദം ഒന്നുകിൽ അരാജകത്വം അല്ലെങ്കിൽ ഏകാധിപത്യം. ഈ രണ്ടിലേതെങ്കിലും ഒന്നിലേക്കാണ് തീവ്രവാദം എത്തിച്ചേരുക. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമേ അല്ല. പക്ഷേ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരുന്ന സമയത്ത് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന ബാക്കി വിഭാഗങ്ങളുണ്ടല്ലോ, ഈ എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും. ഇവർക്കെതിരെ ഒരക്ഷരം പറയാറില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ അവതാരകർ എന്ന് പറയുന്ന കക്ഷികൾ അവതരിപ്പിക്കുമ്പോൾ ഇസ്ലാമിക തീവ്രവാദത്തെ വിമർശിച്ചുകൊണ്ട് അവരെന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല. എന്താ പറയാത്തതിൻ്റെ കാരണം? അവർ അക്ഷരം മിണ്ടുന്നു. എന്തുകൊണ്ട് മിണ്ടുന്നില്ല? ഞാൻ അവരുടെ ഒന്നും പേര് പറഞ്ഞാൽ അവരെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, മടിയുണ്ടായിട്ടല്ല, വേണ്ട എന്ന് കരുതിയിട്ടാണ്. ജനങ്ങൾക്കെല്ലാം അറിയാം അതെ, അവരെല്ലാവരും തന്നെ ചെയ്യുന്ന കാര്യം എന്താണ്? ഇസ്ലാമിക തീവ്രവാദത്തിന് വന്നു കഴിഞ്ഞാൽ അവരുടെ നാക്ക് ഉളുക്കിപ്പോവും, അണ്ണാക്കിൽ പിരിവെട്ടിപ്പോവും, പിന്നെ ഒന്നും പറയില്ല. കാരണം അവർക്ക് പേടിയുണ്ട് അതിന്. അപ്പോൾ ഈ ഭീതി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കേരളം ഏറെ താമസിയാതെ തീവ്രവാദികളുടെ വലിയ ഒരു വികാര രംഗമായി തന്നെ ഇത് മാറും എന്നാണ് ഞാൻ കരുതുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.